വീണ്ടും ഒരു പുനർജന്മം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ രക്ഷിക്കും. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഞാനാകെ തകർന്നുപോയി. എൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുവാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നുന്ന സ്ഥിതിവിശേഷമുണ്ടല്ലോ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഭവമല്ല. ഇതിന് കുറച്ച് യോഗ്യതകൾ വേണം. നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും ഒന്നും ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് മറ്റുള്ളവരാണ് നിങ്ങളെ എത്തിക്കുന്നത്. നമ്മൾ ഒരുപാട് വില കൊടുത്ത ആളുകൾ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ ആളുകൾ, ഇവരൊക്കെ നമ്മൾ ചെയ്ത എഫോർട്ട് കാണാതെ നമ്മളെ അവഗണിക്കുന്ന അവസ്ഥ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, ഇവർ നമ്മളെ ഒരു പരാജയമായിട്ട് കാണുന്നു. ഒരാളെ എനർജറ്റിക്കായി വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് വലിയ ഒരു പങ്കുണ്ട്. ഇവർ നമ്മളെ ഒരു ഫ്ലോപ്പായി പരാജയമായി കാണുമ്പോൾ ഇത് വലിയ രീതിയിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഞാനാകെ തകർന്നു കിടക്കുകയാണ് എന്ന തോന്നുന്നതിനുള്ള ഒരു വലിയ കാരണമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മൾക്ക് വില കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഈ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നതിന് പ്രകൃതിപരമായി ഒരു വലിയ പോസിറ്റീവ് സൈഡുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളുമായിട്ട്, നിങ്ങളുടെ ഐഡിയകളുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ ഒരു വലിയ സ്ഥലം, സ്പേസ് തന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഫ്രീ ആയിട്ട് വിടുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇല്ലാത്ത നിങ്ങളുടേതായ പ്രത്യേക കഴിവുകൾ, നിങ്ങളുടേതായ സ്വന്തമായ ചില പ്രത്യേക മേഖലകളിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് മാറട്ടെ എന്നാണ് പ്രകൃതി, നാച്ചുറൽ ഗോഡ് ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നാലും കൂടുതൽ ആളുകൾ ഒരു അവസരമായിട്ട് എടുക്കാതെ, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, നിരാശയോടെ ഏകനായി ഇരിക്കുന്നതാണ് നമ്മൾ ഭൂരിഭാഗവും കാണുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായ ചില കഴിവുകൾ നിങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ അതുമായിട്ട് യോജിക്കാത്ത ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായതല്ലേ. എനിക്ക് ഇന്ന ജോലി വേണമെന്നോ, എനിക്ക് ഈ കഴിവുകൾ ഉണ്ട്, അത് ഈ ലോകത്ത് കാണിക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിലായിത്തീരണമെന്നോ ആഗ്രഹിച്ച സമയത്ത് അതുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളെ അന്ന് മാറ്റി നിർത്തി. നിങ്ങൾക്ക് ആ രീതിയിൽ എത്തിച്ചേരാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിൽ ഇറങ്ങിയത്. അത് മറ്റാളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് സാധാരണമാണ്. അത് ഈ പ്രകൃതി നിയമമാണ്. അത്രമാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് വളരെ പ്രയത്നം നടത്തിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകുകയില്ല. നിങ്ങൾ കുറച്ച് പ്രയത്നം കുറച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുഴപ്പിയപ്പോൾ, നിങ്ങളിൽ നിന്ന് വന്ന ഔട്ട്പുട്ട് കുറഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചു, ഇവനെക്കൊണ്ട് ഒന്നും നടക്കുകയില്ല, ഇവളെക്കൊണ്ട് ഒന്നും നടക്കില്ല എന്നവർ വിചാരിച്ചു. അത് അവരുടെ കുറ്റമല്ല. അവർക്ക് നിങ്ങളുടെ തലത്തിലൂടെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് അങ്ങനെ വന്നത്. അവർ പറയുന്നതൊന്നും നിങ്ങളധികം തലയ്ക്ക് കൊടുക്കണ്ട, അത് കേൾക്കാൻ തന്നെ നിൽക്കരുത് എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആളുകളല്ല അവരൊന്നും. അവർ വേറെ വ്യക്തികളാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ ഒറ്റപ്പെട്ട സമയം
മുതലാക്കുന്നതിന് നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയിൽ, കഴിവിൽ, പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുക എന്നാണ്. തോൽവികൾ, തിരിച്ചടികൾ സാധാരണമായി മാറുമ്പോൾ ബഹുഭൂരിപക്ഷവും വർക്ക് ഉപേക്ഷിക്കുന്നു. വളരെ കുറച്ചു പേർ മാത്രം വർക്ക് നിലനിർത്തുന്നു. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ 100% ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്, നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഒരാളും വിജയിക്കുന്നവരെ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതേണ്ട. വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. പറഞ്ഞു വരുന്നത്, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ്, ലക്കാണ്. മിറാക്കിൾ നിങ്ങളിൽ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കഴിവുകൾ ഉണർത്തി കുറച്ചധികം സമയം ഫലപ്രദമായി അതിലേക്ക് ഉപയോഗിക്കുക. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടങ്ങളല്ല. അത് നിങ്ങളുടെ ചിന്തകളുമായിട്ട്, കാഴ്ചപ്പാടുകളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ആളുകൾ നിങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടതുകൊണ്ട് അവർ എങ്ങനെയോ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ഏറ്റവും ഫ്രീ ആയിട്ട് ഒരാളെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ, അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന അവസ്ഥയായി മാറുക, അത് നമ്മൾ ആക്കി തീർക്കുന്നതാണ്. നിങ്ങൾ ഇറങ്ങിയ ഫീൽഡിൽ നിങ്ങളുടെ ചിന്തകൾ ഡിഫറൻ്റായി പോയ റൂട്ടിലേക്കും നിങ്ങൾക്കുറപ്പായിരുന്നു ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന കാര്യം. അവിടെ ഒറ്റയ്ക്ക് പൊരുതേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകളെപ്പറ്റി ആലോചിക്കാതെ നിങ്ങളുടെ പാഷൻ, ഇഷ്ടത്തെ പിന്തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നതുവരെ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച്, ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഈഗോ ഈസ് ഈക്വൽ ടു 1/knowledge. അറിവ് വർദ്ധിക്കുമ്പോൾ ഈഗോ കുറയുന്നു. നിങ്ങൾക്ക് നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് കിട്ടണം, എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റുകയുള്ളൂ. അതിനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ലോൺനെസ്, ഏകാന്തത നിങ്ങൾക്ക് കിട്ടി. ഇതാണ് സംഭവിച്ചത്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഭവമല്ല. ഒരുപാട് ട്രൈ ചെയ്ത് തോറ്റുപോയ ആളുകൾ വിജയിച്ച ലോകമാണിത്. ലോകത്ത് വിജയിച്ച മിക്കവരും ഏകാന്തതയിൽ, ലോൺലെസ്സിലായിരുന്നു. ഉദാഹരണമായി ദരിദ്രരായി ജീവിച്ച അബ്രഹാം ലിങ്കൺ, അബ്ദുൽ കലാം, മദർ തെരേസ, വിവേകാനന്ദൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, നെപ്പോളിയൻ, ഷാരൂഖ് ഖാൻ, അങ്ങനെ മിക്കവരും വിജയിച്ച് കാണിച്ചവരാണ്. ഒരുപാട് ട്രൈ ചെയ്ത് തോറ്റുപോയ ആളുകൾക്കും ഡിഫറൻ്റായി ചിന്തിച്ച ആളുകൾക്കും മാത്രമേ ഈ രീതിയിലുള്ള സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. നിങ്ങളിങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഓർത്തു വെച്ചോ, നിങ്ങൾ ഒരുപാട് ലക്കിയാണ്. വരാൻ പോകുന്ന 5 വർഷത്തിനിടയിൽ നിങ്ങൾ എത്തേണ്ട ലെവലിലെത്തും. വ്യത്യസ്തമായ നിങ്ങളുടെ ഐഡിയകൾ ഈ ലോകം കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ ലോകത്തെ കാണിക്കാൻ കഴിയുന്ന ഒരു വിന്നറായി നിങ്ങൾ മാറും. ഏറ്റവും നല്ല നിമിഷത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഒറ്റയ്ക്ക് മെനക്കെട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന അന്തർമുഖഭാവത്തിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ഒരാളെയും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. താരതമ്യം ചെയ്യേണ്ടാത്ത രീതിയിൽ ആളുകൾ എന്തെങ്കിലും പറയട്ടെ എന്ന ചിന്തയിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങേണ്ടി വരും. ഓൾറെഡി നിങ്ങളങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങളാകെ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടജോലിയിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം മാത്രം മതി നിങ്ങൾക്ക്. അതിനു പറ്റിയ സ്ഥലം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കണം.
ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങളെ തന്നെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ എത്തിയിട്ടുള്ളത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുവെച്ചോ. എന്നാൽ നിങ്ങൾ ഒരുപാട് സേഫാണ്, സുരക്ഷിതരാണ്. ഒരാളുടെ കാര്യം നിങ്ങൾക്ക് നോക്കേണ്ട. നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. അതിലേക്ക് സമയം കണ്ടെത്തിയാൽ മാത്രം മതി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 30 ദിവസം ഉണ്ടാക്കാൻ കഴിയുമോ? ഈ 30 ദിവസം മാത്രം മതി നിങ്ങളുടെ ജീവിതം മറിയാൻ. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം അതിഭീകരമായിരിക്കും. സുഹൃത്തെ, കഴിയുന്നത്ര സമയമിരുന്ന് വർക്ക് ചെയ്യുക. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. നോ പ്രോബ്ലം. എനിക്കിപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല എന്ന ലെവലിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സേഫാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എന്താണോ വേണ്ടത്, കുറച്ച് പൈസയോ സമയമോ എന്താണോ വേണ്ടത്, അതിറക്കി ഈ തൻ്റെ ഇടത്തിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടതായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചേശ്വരൻ്റെ ആവശ്യം നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉയർത്താൻ കഴിയുന്നതിലേക്കുള്ള ആവശ്യം. പൈസയോ സമയമോ കണ്ടെത്തി അതും എന്തുമാകാം. പുസ്തകങ്ങൾ, സമയം, റൂം, എക്യുപ്മെൻറ്റ്, അതെന്തുമാകാം. ചിലപ്പോൾ യാത്രകൾ. ഇതൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ കഴിവുകൾ ആക്ടിവേറ്റ് ചെയ്ത് ഇതൊക്കെ ലോകത്തെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുക. നിങ്ങൾ പ്രകൃതീശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും. ഈശ്വരൻ നമ്മളെ രക്ഷിക്കാനാണുള്ളത്, ശിക്ഷിക്കാനുള്ളതല്ല. നിങ്ങളിൽ വിശ്വസിക്കുക, ശക്തമായിട്ട് വിശ്വസിക്കുക. എനിക്ക് ഞാൻ മാത്രം, എൻ്റെ രക്ഷ എന്നിലൂടെ മാത്രം, അത് തന്നെ ധാരാളമാണ്. നിങ്ങളെ താഴ്ത്തിപ്പറഞ്ഞവരൊക്കെ നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് ഒരു ദിവസം നിങ്ങളെ നോക്കി വരുന്ന ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പറ്റിയ അന്തരീക്ഷത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഒരിക്കലും ഒരു തോൽവിയായിട്ട് നിങ്ങൾ കാണരുത്. ഒരു കുഞ്ഞ് ഇരുന്ന് വീണാണ് നടക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു അത്. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എൻ്റെ കഴിവുകൾ മാക്സിമം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിലേക്ക് മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യും. ഞാൻ വളരെ സേഫാണ്. ഇനി എനിക്കിറങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിനു വേണ്ടി എൻ്റെ ഡ്യൂട്ടി എന്താണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് തന്ന അമൂല്യമായ ഈ ജീവിതം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വിന്നറായി ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. 2-3 മാസം മതി. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ ഈഗോയൊക്കെ വലിച്ചെറിഞ്ഞ് ആദ്യമായി നിങ്ങളെ കമ്പയർ ചെയ്യാതെ, ആരുമായും നിങ്ങളെ കമ്പയർ ചെയ്യാതെ, നിങ്ങളുടെ അത്യാവശ്യ സാമഗ്രികൾ സംഘടിപ്പിച്ച് ഇപ്പോൾ തന്നെ വിജയത്തിലേക്ക് തുനിഞ്ഞിറങ്ങുക. നമ്മൾ മാത്രമേ ഉള്ളൂ. സമയമാണ് വലുത്. അത് ഫലപ്രദമായി ഉപയോഗിക്കുക. നമ്മുടെ കൂടെ പ്രപഞ്ചവും നമ്മളും മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് വിഷസ് ബ്രദേഴ്സ്. താങ്ക് യു സോ മച്ച് for the listen. Thank you. Please comment and subscribe. Thank you.